നമുക്ക് ഇന്നത്തെ നമ്മുടെ സെഷൻ നയിക്കുന്നത് ശ്രീ ദിലീപ് നാരായണനാണ്. അദ്ദേഹം ഓർഗാനിക് BPS എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകനും ബ്രാൻഡ് മെന്ററുമാണ്. അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായി ടൈക്കേല മെമ്പർ പ്രവീൺ ശശീന്ദ്രനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ബോണി. എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. Am I clear? Yeah, we can hear you. Yeah, it's clear. Okay. അപ്പോൾ എല്ലാവർക്കും ടൈ കേരള നടത്തുന്ന മാർഗദർശി വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഈ വർക്ക്ഷോപ്പിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ചെറുകിട സംരംഭങ്ങൾക്ക് എങ്ങനെ ഒരു ബ്രാൻഡ് ആകാം എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ദിലീപ് നാരായണൻ സാറാണ്. അപ്പോൾ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഓർഗാനിക് BPS എന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ പർപ്പസ് ബ്രാൻഡിംഗ് കമ്പനിയുടെ സ്ഥാപകനാണ്. അദ്ദേഹം 1990 തുടങ്ങുന്നത്. ഓർഗാനിക് BPS തുടങ്ങുന്നതിന് പിന്നിലുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ ഓർഗാനിക് BPSന്റെ മിഷൻ എന്ന് പറയുന്നത് ഹെൽപ്പ് ബിസിനസ് ആൻഡ് ഹ്യൂമാനിറ്റി മ്യൂച്വലി പ്രോഫിറ്റ് എന്നതാണ്. അപ്പോൾ സംരംഭങ്ങൾക്ക് ബിസിനസ് മാത്രമല്ല ഒരു ഹയർ പർപ്പസ് കൂടി ഉണ്ടാവണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ദിലീപ് സർ. ദിലീപ് സാറിന്റെ ഒരു 10 കൊല്ലത്തിന് മുകളിലായുള്ള ഒരു റിസർച്ചിന്റെ ഭാഗമായി അദ്ദേഹം BPS അഥവാ ബ്രാൻഡിംഗ് പർപ്പസ് സൊല്യൂഷൻസ് മോഡൽ എന്നൊരു ടൂൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ടൂൾ ഉപയോഗിച്ച് ബ്രാൻഡുകളെ കൂടുതൽ മികച്ചതാക്കാൻ സാധിക്കുന്നതാണ്. ഇതിനു പുറമെ ദിലീപ് സർ ഗ്രീൻ സ്റ്റോൺ ഫൗണ്ടേഷൻ എന്നൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് സ്ഥാപനം കൂടി ആരംഭിച്ചിട്ടുണ്ട്. യുവാക്കളിലും കുട്ടികളിലും പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുക എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം. ഇത് മാത്രമല്ല, നമുക്കെല്ലാവർക്കും സുപരിചിതമായ അസറ്റ് ഹോംസ് എന്ന കമ്പനിയുടെ അഡ്വൈസറി ബോർഡ് മെമ്പർ കൂടിയാണ് ദിലീപ് സർ. ഡൂയിങ് ഗുഡ് ഇസ് ഗുഡ് ബിസിനസ് എന്നതാണ് അദ്ദേഹത്തിന്റെ മോട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫിലോസഫി. അപ്പോൾ ഇനി അധികം വൈകിപ്പിക്കാതെ നമുക്ക് ദിലീപ് സാറിനെ ഈ വെർച്വൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Over to you, sir. Thank you. Thank you, Praveen. Thank you, Praveen, Nirmal and Bonnie. Good evening. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ അതാണ് ഇത് മനസ്സിലാക്കിയത്. ഓരോ ഭവനത്തിലും, കേരളത്തിലെ ഓരോ ഭവനത്തിൽ നിന്നും ഓരോ സംരംഭകൻ എന്ന ലക്ഷ്യമാണ് ടൈ കേരളയ്ക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. വലിയൊരു മഹത്തായ ഒരു ആശയമാണ്. കാരണം സംരംഭകത്വമാണ് പ്രോഗ്രസിന്റെ അടിസ്ഥാനമെന്നും ഓരോ ഭവനത്തിൽ നിന്നും ഒരു സംരംഭകൻ ഉണ്ടാവുന്ന ഒരു നാടാണ് കേരളം, അല്ലെങ്കിൽ നാടാണ് കേരളം. ഇങ്ങനൊരു ചിന്തയിലേക്ക് ടൈ കേരള വിഭാവനം ചെയ്യുന്നു. പങ്കെടുക്കുന്ന എല്ലാ ടൈ കേരള മെമ്പർമാർക്കും അതുപോലെ കോഴിക്കോട് മാനേജ്മെന്റ് അസോസിയേഷനിലെ ഒഫീഷ്യൽസിനും എല്ലാം എൻ്റെ വിനീതമായ നമസ്കാരം. സ്മോൾ ബിസിനസ് സെക്ടറിനെ കുറിച്ച്, ഇന്ത്യയിലെ സ്മോൾ ബിസിനസ് സെക്ടറിനെ കുറിച്ച് ടൈ കേരള നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ചെറുകിട സംരംഭങ്ങൾ അല്ലെങ്കിൽ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഗ്രോത്ത് എഞ്ചിനാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യൻ GDP-യിൽ വലിയൊരു കോൺട്രിബ്യൂഷനാണ് സ്മോൾ സെക്ടർ നൽകി വരുന്നത്. മാത്രമല്ല, എനിക്ക് തോന്നുന്നത് അഗ്രികൾച്ചറിൽ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഒരു സെക്ടറാണ് സ്മോൾ ബിസിനസ് സെക്ടർ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ജീവനാഡിയാണ് സ്മോൾ സെക്ടർ. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുമെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാ ഇക്കണോമിസ്റ്റുകളും പോളിസി മേക്കേഴ്സും ഇന്ത്യയുടെ ഭാവിയിൽ സുപ്രധാനമായ പങ്കാണ് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസിനുള്ളത് എന്ന് തർക്കമില്ലാതെ, യാതൊരു തർക്കവുമില്ലാതെ സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സെക്ടറിൽ വളർച്ചയ്ക്ക് സ്മോൾ ബിസിനസ് സെക്ടറിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ വലിയ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെ വളരെയധികം പരിമിതികളും കൺസ്ട്രെയിൻസും നേരിടുന്ന ഒരു സെക്ടർ കൂടിയാണ് SME സെക്ടർ. ക്യാപിറ്റലിന്റെ അഭാവം, ടാലന്റിന്റെ അഭാവം, റിസോഴ്സസിന്റെ അഭാവം,
പ്രൊഫഷണൽ സപ്പോർട്ടിന്റെ അഭാവം തുടങ്ങി നിരവധി ചാലഞ്ചസ് നേരിടുന്ന ഒരു സെക്ടറാണ് SME സെക്ടർ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. ഇങ്ങനെ ഒരു സെക്ടർ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആത്മവിശ്വാസം കൊണ്ടും ഇന്ത്യൻ എന്റർപ്രന്യൂഴ്സിന്റെ കൈമുതലായിട്ടുള്ള ചങ്കൂറ്റം കൊണ്ടും അനിതര സാധാരണമായ കർമ്മശേഷി കൊണ്ടും അധ്വാനശീലം കൊണ്ടും നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് ഈ SME സെക്ടർ ഈ പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെ ചെറുകിട സംരംഭകർ ചെയ്യുന്ന സേവനങ്ങൾ, ചെയ്യുന്ന സംഭാവനകൾ വളരെ വലുതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ അതീവ സന്തോഷവാനാണ്. ഞാൻ ഇന്നിവിടെ നിർമ്മൽ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ബ്രാൻഡിങ് സെഷൻ നടത്തണമെന്ന്. അപ്പൊ എന്താണ് അദ്ദേഹത്തോട് ചോദിച്ചു എന്തായിരിക്കണം ഞാൻ സംസാരിക്കേണ്ടതെന്ന്. അപ്പൊ അദ്ദേഹം പറയുകയുണ്ടായി, നമ്മളൊരു ചെറുകിട സംരംഭങ്ങൾക്ക് ബ്രാൻഡിങ് എങ്ങനെ സഹായകമാവും, അല്ലെങ്കിൽ എന്താണ് ബ്രാൻഡിങ് എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി ആണ് ഈ പ്രസന്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ വർക്ക്ഷോപ്പിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന്. അപ്പൊ അത്തരമൊരു കോൺവെർസേഷൻ ആണ്, അത്തരമൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സംസാരിക്കാനാണ് ഞാൻ ഇന്ന് താല്പര്യപ്പെടുന്നത്. ഇതൊരു വലിയ പ്രസംഗമോ വലിയൊരു വർക്ക്ഷോപ്പോ ഒരു പ്രസന്റേഷനോ ഒന്നുമല്ല. പകരം കഴിഞ്ഞ 10-25 വർഷങ്ങളായി നിരവധി ചെറുകിട സംരംഭങ്ങളുടെയും വലിയ സംരംഭങ്ങളുടെയും ബ്രാൻഡുകളുമായി അടുത്ത് പ്രവർത്തിക്കുന്നത് വഴി ഉണ്ടായ അനുഭവവും അതിൽ നിന്ന് പഠിച്ച പാഠങ്ങളും ചില ചെറുതെങ്കിലും ഇവിടെ ഷെയർ ചെയ്യാൻ നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. സംസാരിച്ചിരിക്കുന്നത് പോലെ നമുക്കിതിനെ കണക്കാക്കാം. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ടെങ്കിലോ എല്ലാം നമുക്ക് ഈ പ്രസന്റേഷന് ശേഷം we would take these question answer sessions. I will share a screen now to start my presentation. Give me a moment. Hope the screen is visible to you, Nirmal and Praveen. Is that fine? Can I go ahead? Yes, sir. Thank you. Thank you. ആമുഖമായി ഈ ചിത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ എഴുതിയിട്ടുണ്ട്. കണ്ടനാശ്ശേരി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിന്റെ പടമാണ്. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്തുള്ള ഒരു ഗ്രാമം, ഒരു ടിപ്പിക്കൽ കേരള വില്ലേജ്. വലിയ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത സാധാരണ, ഒരു ശ്രദ്ധയിലും ഒരു കാര്യത്തിലും ഭൂപടത്തിൽ അല്ലെങ്കിൽ പ്രശംസയോ അല്ലെങ്കിൽ ശ്രദ്ധയോ നേടാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലം, സാധാരണക്കാർ ജീവിക്കുന്ന ഒരു സുന്ദരമായ ഒരു ഗ്രാമം. ഈ ഗ്രാമത്തില് എനിക്കുള്ള വ്യക്തിപരമായ ഒരു അടുപ്പം എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തിന്റെ, എറണാകുളത്ത് തന്നെയുള്ള ഒരു സുഹൃത്തിന്റെ അമ്മയുടെ വീട് ഈ കണ്ടനാശ്ശേരി എന്ന ഗ്രാമത്തിലാണ്. അപ്പൊ ഈ എൻ്റെ സുഹൃത്ത് എന്നോട് പലപ്പോഴും ഈ കണ്ടനാശ്ശേരി എന്നുള്ള പേരിന് തന്നെ ഒരു പ്രത്യേക ഒരു രസമുണ്ടല്ലോ കേൾക്കാൻ. അപ്പൊ അദ്ദേഹം പറയാറുണ്ട്, ഈ മധ്യവേനൽ അവധിക്ക് സമ്മർ വെക്കേഷന് when he goes to this village, to his ancestral place, അപ്പൊ അവിടെ രാവിലെകളിലും നിരനിരയായി ഒരു 18-20 വയസ്സുള്ള പെൺകുട്ടികൾ ഇങ്ങനെ നിരനിരയായി പോകുന്നത് കാണാറുണ്ട്. അപ്പൊ അതെന്താണെന്ന് അന്വേഷിച്ചപ്പോ ഇത് 80കളുടെ പകുതിയിലാണ് ഇത് കാര്യം നടക്കുന്നത്. അവരെല്ലാം ഒരു തുള്ളി നീലം ബോട്ടിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നാണ് പറഞ്ഞത്. ഒരു തൊഴിലെടുക്കാൻ പോവുകയാണ്. വളരെ സാധാരണക്കാരായ ആളുകൾ. അത് അദ്ദേഹം പറയുന്നത് 10 പൈസയോ മറ്റാണോ ഒരു ബോട്ടിലിൽ ഈ തുള്ളി നീലം നിറയ്ക്കുന്നതിന് വരുന്ന ചെലവ്, കിട്ടുന്ന വേതനം. അത്രയും സാധാരണമായ ഒരു സ്ഥലത്ത് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ശ്രീ MP രാമചന്ദ്രൻ 1983 തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് ആയിരക്കണക്കിന് കോടി രൂപയുടെ ടേൺ ഓവറും 10-25ഓളം സംസ്ഥാനങ്ങളിൽ
മാനുഫാക്ചറിങ് ഫെസിലിറ്റിയും ഒരു ജർമ്മൻ ബ്രാൻഡിനെ പോലും ബൈ ഔട്ട് ചെയ്യുകയും ചെയ്ത ജ്യോതി ലാബ്സ് അഥവാ ഉജാല എന്ന നമുക്കെല്ലാം അറിയുന്ന ഉജാല ബ്രാൻഡിന്റെ തുടക്കമാണ് ഈ കണ്ടനാശ്ശേരി ഗ്രാമം. ഇത് അടുത്തൊരു ചിത്രം, ഇതൊരു വീടിന്റെ ചിത്രമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും, പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗത്തുള്ള ആളുകൾക്ക്. കൊടപ്പനക്കൽ തറവാടിന്റെ ചിത്രമാണ് ഇത്. നിങ്ങൾക്കറിയാമായിരിക്കാം, കേരളത്തിലെ ആത്മീയ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു തറവാടാണ് കൊടപ്പനക്കൽ തറവാട്, പാണക്കാട് തറവാട്. മിതത്വത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരു ബ്രാൻഡാണ് പാണക്കാട് അഥവാ കൊടപ്പനക്കൽ തറവാട് പ്രതിനിധാനം ചെയ്യുന്നത്. ഒരു വളരെ ചുരുങ്ങിയ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ സവിശേഷമായ സ്വാധീനം ചെലുത്തുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം കൊടുക്കുന്നതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിന്റെ ഒരു ആത്മീയ നേതൃത്വം കൂടി നിർവഹിക്കുന്ന ഒരു തറവാടാണ് കൊടപ്പനക്കൽ തറവാട്. അതും ഒരു ബ്രാൻഡാണ്. നിങ്ങൾക്കെല്ലാം പരിചിതമായി, നിങ്ങൾ പലരും അവിടെ പോയിട്ടുള്ള ആളുകളായിരിക്കാം. ഈ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി എന്ന നഗരം ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മലബാറിലെ ആദ്യത്തെ ഒരു സെറ്റിൽമെന്റ് ടൗൺ ആണ് തലശ്ശേരി. സർക്കസ്, ബേക്കറി, ക്രിക്കറ്റ് എന്നിവയ്ക്കൊക്കെ പേര് കേട്ട ഒരു സ്ഥലം. ഇവിടെ ഇപ്പോൾ പക്ഷെ ലോകം മുഴുവൻ അറിയുന്നത്, ലോകം മുഴുവൻ, കേരളവും ഇന്ത്യയും മാത്രമല്ല, ഈവൻ യൂറോപ്പിലും ലണ്ടനിലും ന്യൂയോർക്കിലും അടക്കം അറിയുന്നത് തലശ്ശേരി ബിരിയാണിയുടെ പേരിലാണ്. ഒരു സ്ഥലം ഒരു ബ്രാൻഡ് ആവുക, ആ ബ്രാൻഡിനെ പ്രതിനിധാനം ചെയ്യുന്ന ആയിരക്കണക്കിന് സംരംഭകർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു ഭാഗ്യം ലഭിച്ച ഒരു സിറ്റി ബ്രാൻഡാണ് തലശ്ശേരി. ഇതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. 1902 ഒരു OP ക്ലിനിക്ക് വഴി വൈദ്യരത്നം PS വാര്യർ കോട്ടക്കൽ എന്ന ഗ്രാമത്തിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്ന് ലോകം മുഴുവൻ ആയുർവേദം എന്ന ശാസ്ത്രത്തിന്റെ മഹിമയും പെരുമയും വിളിച്ചോതുകയും ആയുർവേദത്തെ തന്നെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതീകമായി മാറുന്ന തരത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രാൻഡായി വളരുകയും ചെയ്ത ആയുർവേദശാലയുടെ ജന്മസ്ഥലമാണ് കോട്ടക്കൽ. അപ്പൊ ഇങ്ങനെ ഞാൻ ഈ 4 ബ്രാൻഡുകളെ കുറിച്ച് പറഞ്ഞത്, 4 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്, ഇവയെല്ലാം 4 ബ്രാൻഡുകളാണ്. ഇവയുടെ ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ അല്ലെങ്കിൽ വളരെ സാധാരണമായ സാഹചര്യങ്ങളിൽ പിറവിയെടുത്ത, സാധാരണക്കാരായ ആളുകളുമായി സംവദിക്കുന്ന, സാധാരണക്കാരൻ നേതൃത്വം നൽകുന്ന, വലിയ ടെക്നോളജിയുടെയോ വലിയ കാര്യങ്ങളുടെയോ പിൻബലമില്ലാതെ തന്നെ പക്ഷെ വലിയ ബ്രാൻഡുകളായി മാറിയ വിവിധങ്ങളായ മേഖലകളിൽ നിന്നുള്ള 4 ബ്രാൻഡുകളെ കുറിച്ചാണ്. ഒരു FMCG ബ്രാൻഡിനെ കുറിച്ച്, ഒരു ഫാമിലി ബ്രാൻഡ്, ഒരു സിറ്റി ബ്രാൻഡ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രാൻഡ്, ഇവയൊക്കെയാണ് ഇവിടെ ഈ ഉദാഹരണങ്ങളിലൂടെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഞാനിത് പറയുന്നതിന്റെ കാരണം, ഈ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒരു വലിയ മിത്താണ്. കുറെ മിത്തുകൾ, കുറെ അബദ്ധധാരണകൾ, മിഥ്യാധാരണകൾ ഉള്ള ഒരു സയൻസ് ആണ്. കാരണം അതൊരു പ്രാക്ടീസിങ് സയൻസ് ആണ്. ഒരു ബ്രാൻഡിങ് എന്ന് പറയുന്നത് മറ്റു പല ശാസ്ത്രശാഖകളെയും പോലെയല്ല, പകരം വളരെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, കാരണം മനുഷ്യ മനസ്സുകളെ ബാധിക്കുന്ന, ബന്ധപ്പെടുത്തുന്ന ഒരു ശാസ്ത്രമായതുകൊണ്ട് തന്നെ അതിനൊരു ഫൈനാലിറ്റി, ഒരു ഫൈനൈറ്റ്നെസ് കുറവായിരിക്കും ഈ ബ്രാൻഡിങ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പ്രാക്ടീസിങ് സയൻസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ബ്രാൻഡിനെ കുറിച്ചുള്ള കുറച്ച് 1-2 അബദ്ധധാരണകളെ കുറിച്ച് ആദ്യം സംസാരിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രസന്റേഷനിലേക്ക് പോകാം. ഒന്നാമതായി, നമ്മുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു പേരാണ്, ഒരു ലോഗോ ആണ് എന്നാണ് പൊതുവെ ആളുകളുടെ ധാരണ. ബ്രാൻഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു ലോഗോ, ബ്രാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ലോഗോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബ്രാൻഡായി എന്നുള്ളതാണ് പൊതുവായ ഒരു ധാരണ. ഒരു പ്രൊഡക്റ്റ് ആണ്, ഒരു സർവീസ് ആണ്. ഇത് ബ്രാൻഡിനെ കുറിച്ച് വളരെ വളരെ വലിയ
കുറേ ഡെഫിനിഷൻസും എന്താണ് ബ്രാൻഡ് എന്നതിനെ കുറിച്ച് വളരെയധികം ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ട്. പല ലോകപ്രശസ്തരായ ആളുകളും പല ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതും വളരെ പേഴ്സണൽ ആയിട്ട് എനിക്ക് തോന്നുന്നു, വളരെ റോ ആയിട്ടുള്ള, വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. എ ബ്രാൻഡ് ഇസ് എ പേഴ്സൺസ് ഗട്ട് ഫീലിംഗ് അബൌട്ട് എ പ്രൊഡക്റ്റ്, സർവീസ് ഓർ ഓർഗനൈസേഷൻ. ഇതൊരു വികാരമാണ്, ഒരു പെർസെപ്ഷനാണ്. ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ തോന്നുന്ന ഒരു ഗട്ട് ഫീലിംഗ് ആണ്, ഒരു ഗട്ട് ഫീലാണ്. ഇതാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. ഒരു വികാരമാണത് ബ്രാൻഡ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരു കാര്യത്തെക്കുറിച്ചുണ്ടാവുന്ന ഒരു അഭിപ്രായമാണ്, വികാരമാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇത് ജനറലി ബ്രാൻഡിനെ കുറിച്ച് പറയുന്ന ആളുകൾ വിചാരിക്കും നമുക്ക് നമ്മുടെ ഒരു ബ്രാൻഡ് ഓണേഴ്സ് തന്നെ എപ്പോഴും ചിന്തിക്കാറുള്ളത്, ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതാണ് ബ്രാൻഡ് എന്നാണ് പൊതുവെ എല്ലാ ബ്രാൻഡ് ഓണേഴ്സും അല്ലെങ്കിൽ ബ്രാൻഡുമായി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ പറയാം. ആക്ച്വലി ബ്രാൻഡ് എന്ന് പറയുന്നത് അതിന്റെ ഓഡിയൻസ് പറയുന്നതാണ്, സംരംഭകർ പറയുന്നതല്ല, അല്ലെങ്കിൽ നമുക്കൊരു ബ്രാൻഡ് പറയുന്നതല്ല, നമ്മൾ പറയുന്നതല്ല, മറിച്ച് ഓഡിയൻസ് അഥവാ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പബ്ലിക് എന്തു പറയുന്നു എന്നുള്ളതാണ് ബ്രാൻഡ്. ഇതൊരു വലിയ തിരിച്ചറിവാണ്. നമ്മുടെ ഏത് സെക്ടറിലും, SME സെക്ടർ ആവാം, കോർപ്പറേറ്റ് സെക്ടർ ആവാം, ഏത് സെക്ടറിലും ഇതൊരു ഹംബ്ലിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് പറയാനും നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളുമാണ് ബ്രാൻഡ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ആളുകൾ എന്ത് മനസ്സിലാക്കുന്നു, ആളുകൾ എന്ത് ഉൾക്കൊള്ളുന്നു, ആളുകൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ബ്രാൻഡ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുമ്പോൾ ബ്രാൻഡിങ് ബിക്കംസ് മച്ച് ഈസിയർ സബ്ജക്ട്, മച്ച് ഈസിയർ തിങ് ടു ഡു. രണ്ടാമതായിട്ട് ഒരു മിത്ത്, ഒരു അബദ്ധധാരണ, ബ്രാൻഡിങ് ഒരു ലക്ഷറി ആയിട്ടുള്ള, ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. SME സെക്ടറിലും ചെറുകിട സംരംഭങ്ങൾക്കൊന്ന ബ്രാൻഡിങ് ഒരു ആവശ്യമില്ലാത്തതാണ്, അല്ലെങ്കിൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണ്, അതൊക്കെ വലിയ വലിയ കമ്പനികൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നുള്ളൊരു ധാരണ ചെറുകിട സംരംഭകർക്കിടയിലൊക്കെ ധാരാളമായിട്ടുണ്ട്. അവരതുകൊണ്ട് തന്നെ ബ്രാൻഡിങ്ങിൽ വലിയൊരു പ്രയോറിറ്റി കൊടുക്കാറോ ഇല്ലാത്ത പല അനുഭവങ്ങളും ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ആളുകൾ അറിഞ്ഞിട്ടുണ്ട്. ഇതും ഒരു തെറ്റായ ഒരു കാര്യമാണ്. ബ്രാൻഡിങ് എന്ന് പറയുന്നത് കുറെ പരസ്യം കൊടുക്കുന്നതോ അല്ലെങ്കിൽ കുറെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫുൾ പേജ് ആഡോ അല്ലെങ്കിൽ ടെലിവിഷനിൽ പ്രൈം ടൈം സ്പോർട്സ് ചെയ്യുന്നു ആണ് എന്ന് ഉള്ള ധാരണ തന്നെ തെറ്റാണ്. ബ്രാൻഡിങ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഇംപ്രഷൻ, ദ ഇംപ്രഷൻ യു മേക്ക്. അതൊരു വ്യക്തിയാവാം, ഒരു സ്ഥാപനമാവാം, ഒരു പ്രൊഡക്റ്റ് ആവാം, ഒരു ആശയമാവാം. ദ ഇംപ്രഷൻ യു മേക്ക്, അതാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. ബ്രാൻഡിങ് ഈസ് ഓൾ അബൌട്ട് മേക്കിംഗ് റൈറ്റ് ഇംപ്രഷൻസ്. സോ നിങ്ങൾ വലിയൊരു കോർപ്പറേറ്റോ ഒരു ചെറുകിട സംരംഭമോ ആവട്ടെ, സക്സസ്ഫുൾ ആവണമെങ്കിൽ ഈ ഇംപ്രഷൻ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നിങ്ങളുടെ ഒരു പ്രത്യേകത എന്താണോ, നിങ്ങളുടെ ബിസിനസിന്റെ പ്രത്യേകത എന്താണോ, സവിശേഷത എന്താണോ എന്നുള്ളത് കൺവേ ചെയ്യാൻ കഴിയണം, ആ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. മറ്റൊന്ന്, നിങ്ങളുടെ കാര്യങ്ങളെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഒരു പോസിറ്റീവ് ലൈറ്റിൽ പ്രകടിപ്പിക്കാൻ കഴിയണം. ഇതാണ് ഇത് ചെയ്യാൻ ഏറ്റവും ഫലപ്രദമായി ചെയ്യാൻ കഴിയുന്നത് ബ്രാൻഡ് ഓണേഴ്സിന് തന്നെയാണ്, സംരംഭകർക്ക് തന്നെയാണ്. കാരണം ബ്രാൻഡിങ് ഈസ് ഓൾ അബൌട്ട് സ്റ്റോറി ടെല്ലിംഗ്, ആൻഡ് ഹൂ എൽസ് ഈസ് എ ബെറ്റർ സ്റ്റോറി ടെല്ലർ ദാൻ യുവർ സെൽഫ്. നമ്മൾക്ക് ആ ബ്രാൻഡ് ഓണർ തന്നെയല്ലേ അദ്ദേഹത്തിനെ കുറിച്ച് ഏറ്റവും നന്നായി കഥ പറയാൻ അറിയുന്ന ആൾ. അപ്പോൾ ഇതൊരു കോസ്റ്റ്ലി അഫെയർ ആണ് എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ സ്മോൾ ബിസിനസ്സിന് പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. ഇവിടെ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 5 കാര്യങ്ങളാണ്, 5 കോൺസെപ്റ്റ്സ് ആണ്. ബ്രാൻഡിങ്ങിനെ കുറിച്ചുള്ള 5 കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ എടുക്കാവുന്ന തരത്തിലുള്ള അത്രയും ബേസിക് ആയിട്ടുള്ള, കാരണം ഇവിടെ ഈ പ്രസന്റേഷൻ കേൾക്കുന്ന എല്ലാവർക്കും തന്നെ അറിവുള്ള കാര്യങ്ങളാണ്. ഞാനിത് പുതുതായിട്ടൊന്നും പറയുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇതിനെ മനനം ചെയ്യാനും സമീപിക്കാനും ഇതിലെ ആശയങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ സ്വന്തം പ്രവർത്തന മണ്ഡലത്തിൽ വരുത്താമെന്ന് ചിന്തിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്.
ആൻഡ് ഐ എം ട്രൈങ് ടു ഗിവ് സം എക്സാമ്പിൾസ്. എല്ലാം പോപ്പുലർ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് തരുന്നത്, കാരണം ഒരു കോൺട്രവേഴ്സി ഇല്ലാതിരിക്കാൻ വേണ്ടി. വളരെ എല്ലാം ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള അപ്പൊ അങ്ങനത്തെ എക്സാമ്പിൾസ് ഒക്കെ ജനറലി ലാർജ് ബ്രാൻഡ്സിന്റെ ആയിരിക്കും. അതുകൊണ്ട് ഇത് SME സെക്ടറിന്റെ പറ്റില്ല എന്നൊന്നും ചിന്തിക്കരുത്. അതിന്റെ ഒരു കൺസെപ്റ്റ് എത്രയും പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ എക്സാമ്പിൾസ് കാണിക്കുന്നത്. പിന്നെ 5 മന്ത്രാസ് എന്ന് പറയുന്നത് ഒരു 5 അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ചാണ്. അതിനകത്ത് 6 ആയാലും 4 ആയാലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ഇതൊക്കെ നമ്മളൊരു പ്രസന്റേഷൻ ഒരു സമയത്ത് തീർക്കണമല്ലോ എന്ന് ഉദ്ദേശിച്ച് 5 മന്ത്രാസ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊരു അവസാന വാക്കല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്റെ ആദ്യകാല ഗുരുവായിരുന്ന, അല്ലെങ്കിൽ ഞാൻ കരിയർ തുടങ്ങിയപ്പോ ബോസ് ആയിരുന്ന അലിക് പദംസി ഇപ്പോഴും പറയാറുണ്ട്, ഈ മാർക്കറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ എങ്ങനെയായിരിക്കും അതിന്റെ റിസപ്ഷൻ എന്ന് പറയുന്നത്, മാർക്കറ്റിന്റെ ബിഹേവിയർ അനുസരിച്ചാണ്. ആ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതാകട്ടെ ഒരു സ്ത്രീയുടെ സ്വഭാവം പോലെയാണ്, നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുണ്ടായി. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്. ഇപ്പോഴൊക്കെ പറഞ്ഞത് ചിലപ്പോൾ സെക്സിസ്റ്റ് കമന്റ് ആയിട്ടൊക്കെ അതിനെ കാണുമായിരിക്കും. അപ്പോ അങ്ങനെ ഒരു അബ്സ്ട്രാക്ട് സയൻസിൽ നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല, ആർക്കും പറയാൻ കഴിയില്ല. കാരണം ബ്രാൻഡിങ് അങ്ങനത്തെ ഒരു അബ്സല്യൂട്ട് സയൻസ് അല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ അത് ഓരോ സമൂഹത്തിനും ഓരോ ബ്രാൻഡിനും ഓരോ വ്യക്തിക്കും അനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കണം. അതുകൊണ്ട് തന്നെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ 5 മന്ത്രാസിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യത്തെ മന്ത്ര നോക്കാം. ഇതെനിക്ക് വളരെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ബ്രാൻഡിന്റെ അടിസ്ഥാനപരമായി വേണ്ടത്, ബ്രാൻഡ് ഞാൻ വിശ്വസിക്കുന്ന തന്നെ, എന്റെ ഒരു ഡെഫിനിഷൻ ബ്രാൻഡ് ഈസ് എ സ്റ്റാൻഡ് എന്നുള്ളത്. ബ്രാൻഡ് ഒരു സ്റ്റാൻഡാണ്. ബ്രാൻഡ് ഒരു സ്റ്റാൻസ് ആണ്. ഒരു കാര്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, ഒരു ആശയത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അത് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ അല്ലെങ്കിൽ തന്റെ ചുറ്റുമുള്ള കമ്മ്യൂണിറ്റിയുടെ, തന്റെ എംപ്ലോയീസിന്റെ മാത്രമല്ല, മൊത്തം സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ലോകത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ഒരു ഫ്യൂച്ചറിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു നിലപാടാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. നമുക്കൊരു വീഡിയോ കണ്ടതിന് ശേഷം ഇത് ഇന്തോനേഷ്യയിലെ ബിട്ടോബെ എന്ന ഗ്രാമത്തിലെ ഉട്ടാരി എന്നൊരു പെൺകുട്ടി ആണ് ഇവിടെ പടമാണിത്. ഈ ഉട്ടാരി ഒരു ചെറുപ്പക്കാരിയായ അമ്മ കൂടിയാണ്, അമ്മയായിരുന്ന ഒരു യുവതിയാണ്. ഇവരുടെ ഒരു കഥ നമുക്കൊരു വീഡിയോ കാണാം. Ayo tidur Utari, biar besok bisa bangun pagi. Besok dia kan ulang tahun.
മുത്താരിയുടെ കഥ So ഒരു ഏവരുടെയും കണ്ണ് നനയിക്കുന്ന ഒരു കഥയാണ്. കാരണം 5 വയസ്സാവുമ്പോഴേക്കും തങ്ങളുടെ കുട്ടികൾ മരിക്കുക, മക്കൾ മരിക്കുക എന്ന് പറയുന്നത് ഒരു അമ്മയെ സംബന്ധിച്ചോളം വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ആഫ്രിക്കയിലും ഇന്ത്യയിലും സൗത്ത് ഏഷ്യയിലും ഒക്കെ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്, ചിൽഡ്രൻ ഡൈ ബിഫോർ അറ്റൈനിങ് ദി ഏജ് ഓഫ് 5. കാരണം അതിന്റെ ഏറ്റവും വലിയ രസകരമായ കാര്യം അത് പട്ടിണി കൊണ്ടല്ല മരിക്കുന്നത്, മറിച്ച് പട്ടിണി കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ മാൽന്യൂട്രീഷനോ അല്ല കാരണം ശുചിത്വമില്ലായ്മയാണ്, ഹൈജീൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഡയറി അങ്ങനെയുള്ള പല അസുഖങ്ങൾ വന്നിട്ടാണ് ഈ കുട്ടികൾ മരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മുത്താരിയുടെ ഗ്രാമത്തില് അങ്ങനെ ഒരു കസ്റ്റം ഉണ്ടായത്. ഒരു ചെടി നടും, ഒരു പ്രാർത്ഥനയാണ്. അതായത് ആ ചെടി വളരുന്നതിനനുസരിച്ച് കുട്ടി വളരുമെന്നും 5 വയസ്സ് കടക്കുമെന്നുമുള്ള ഒരു പ്രാർത്ഥന. 5 വയസ്സ് കടന്നാൽ കുറച്ചൊക്കെ ഇമ്മ്യൂണിറ്റി വരും, അങ്ങനെ രക്ഷപ്പെട്ടു പോകുമെന്നുള്ളതാണ് ഒരു രീതി. അപ്പൊ ഇത് നമ്മുടെ യൂണിലിവർ 2007 അവര് സസ്റ്റൈനബിൾ ലിവിങ് പ്രിൻസിപ്പിൾസിന് വേണ്ടി നിലകൊള്ളുകയും അവരുടെ മൊത്തം ഓറിയന്റേഷൻ തന്നെ ഒരു മാർക്കറ്റിംഗ് ഓറിയന്റേഷനിൽ വലിയൊരു മാറ്റം വരുത്തുകയും ചെയ്തതിന് ശേഷം ലൈഫ് ബോയ് എടുത്തൊരു മിഷനാണിത്. ഇങ്ങനെയുള്ള ഗ്രാമങ്ങളില് ഒരു ഹാൻഡ് വാഷിംഗ് ഹാബിറ്റ്സ് പഠിപ്പിക്കുക, ഹൈജീൻ പഠിപ്പിക്കുക, അവരുടെ പ്രൊഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അങ്ങനെ അവിടുത്തെ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുക എന്നുള്ളത് ഒരു മിഷനായി എടുത്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ലൈഫ് ബോയ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രമുഖ ബ്രാൻഡുകളിൽ ഒന്നാണ് ലൈഫ് ബോയ്. കോടിക്കണക്കിന് ദശലക്ഷം ഡോളറുകളാണ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഉള്ള ഒരു ബ്രാൻഡാണ്. പക്ഷെ അവരിങ്ങനെ ഒരു കാര്യത്തിലേക്ക് മാറും. ഇതാണ് അവരുടെ മിഷൻ, ബിസിനസിന്റെ ലക്ഷ്യം ഇതായി മാറും. ഈ ഒരു ഹയർ പർപ്പസ് ആയി മാറുകയും അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും അവിടെയുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും സ്ട്രാറ്റജിക് ആയിട്ടും അല്ലാത്തതുമായ കാര്യങ്ങൾ ഈ ഒരു മിഷനെ റിവോൾവ് ചെയ്താവുകയും ചെയ്തപ്പോൾ ഉണ്ടായ റിസൾട്ട് വളരെ വളരെ വലിയ കാര്യം. അവിടെ ഉദാഹരണമായിട്ട് ഇന്ത്യയിലെ തന്നെ പല ഗ്രാമങ്ങളിലും മോർട്ടാലിറ്റി റേറ്റ് 40 നിന്നും 50% കുറഞ്ഞ് 10-ൽ താഴെയായി മാറി. കൂടാതെ ഇതിനൊക്കെ വളരെ രസകരമായ ഒരു കാര്യം, അവരുടെ ലൈഫ് ബോയുടെ ബിസിനസ് മോർ ദാൻ 200% ആണ് ഗ്രോ ചെയ്തത് പല സ്ഥലങ്ങളിലും. ആൻഡ് അവരുടെ മാർക്കറ്റിംഗ് സ്പെൻഡ് കുറയുകയും ചെയ്തു. ഇതാണ് ഈ ഒരു ഹയർ പർപ്പസിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ചെയ്യുമ്പോൾ ആ ബ്രാൻഡിന് ഉണ്ടാവുന്ന ഗുണം. കാരണം ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഒരു മനസാക്ഷിയുള്ള ബ്രാൻഡിനെയാണ്. മനസാക്ഷിയുള്ള ബ്രാൻഡിനെയാണ് ആളുകൾ സ്നേഹിക്കുക. അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബിലീഫ് സിസ്റ്റവുമായി നിലകൊള്ളുന്ന ഒരു ബ്രാൻഡാണ് എസ്പെഷ്യലി മില്ലേനിയൽസ്, യങ്ങർ ജനറേഷൻ. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു ആശയത്തെ, ഒരു നന്മയെ ലക്ഷ്യമാക്കി നമ്മുടെ സംരംഭത്തിന്, ആ ബ്രാൻഡിന്റെ ഉപഭോക്താക്കളുടെ നന്മ മാത്രമല്ല, ചുറ്റുമുള്ള കമ്മ്യൂണിറ്റിയുടെയും എംപ്ലോയീസിന്റെയും എല്ലാവരുടെയും നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ബ്രാൻഡുകൾക്ക് അവർക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. അവർ ആ സ്റ്റാൻഡിന് വേണ്ടി അവരതിൽ നിന്ന് ഒരു അണുകിട പോലും അവരതിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറല്ല. അതാവുമ്പോഴാണ് ഓതന്റിസിറ്റി ഉണ്ടാവുന്നത്, ജെന്യൂയിൻ ആവുന്നത്, ആളുകളുടെ ഇഷ്ടപാചനമായി മാറുന്നത്, ലോയൽറ്റി ഉണ്ടാവുന്നത്. കൺസ്യൂമർ ലോയൽറ്റി ഒക്കെ എല്ലാ സ്റ്റഡികളും കാണിക്കുന്നത് കൺസ്യൂമർ ലോയൽറ്റി ഈസ് മച്ച് ഹയർ ഫോർ എ പർപ്പസ് ഡ്രിവൺ ബ്രാൻഡ് എന്നുള്ളതാണ്. അപ്പൊ ഒരു ബ്രാൻഡ് ഇതൊരു വലിയ ബ്രാൻഡുകൾക്ക് മാത്രമല്ല, ഈവൻ വളരെ വളരെ ചെറിയൊരു സ്ഥാപനത്തിന് പോലും ഒരു എത്തിക്സിലോട്, മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ ചില സ്റ്റാൻഡുകളിൽ അധിഷ്ഠിതമായിട്ടുള്ള രീതിയിൽ തങ്ങളുടെ ബിസിനസിനെയും ബ്രാൻഡിനെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ നിശ്ചയദാർഢ്യം തീർച്ചയായും ലോങ് സ്റ്റാൻഡിങ് ആയിരിക്കും, സസ്റ്റൈനബിൾ ആയിരിക്കും, അതിന് വിജയം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അനുഭവം. ലോകത്തിലെ വിവിധ ബ്രാൻഡുകൾ അങ്ങനെ കാണിച്ചിട്ടുള്ള വിവിധ ബ്രാൻഡുകൾക്ക് വാല്യൂ ഡ്രിവൺ ആയിട്ടുള്ള, പർപ്പസ് ഡ്രിവൺ ആയിട്ടുള്ള ബ്രാൻഡുകളുടെ സക്സസ് റേറ്റ് കാണിക്കുന്നത് അത് തന്നെയാണ്. ഇതാണ് ആദ്യത്തെ വാല്യൂ. രണ്ടാമത്തെ വളരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഒരു ബ്രാൻഡിന്റെ തന്നെ ആവശ്യം വരുന്നത്? എന്തുകൊണ്ടാ വെച്ചാൽ ഒരേ തരത്തിലുള്ള സർവീസസോ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ആശയങ്ങളോ ഉള്ള നിരവധി ആളുകൾ ഒരു സമൂഹത്തിൽ ഉണ്ടാവുമ്പോൾ
തങ്ങളെ വ്യത്യസ്തരാക്കി വ്യതിരിക്തരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നതിന്റെ ആവശ്യം തന്നെ വരുന്നത്. അപ്പൊ അവിടെ ഒരു ഡിഫറെന്റ് ആവുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. ഡിഫറെന്റ് ആവുക എന്നുള്ളത് അത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് എല്ലാവരും ഡിഫറെന്റ് ആണ്. ഒരു ദൈവം നമ്മുടെ ലോകത്ത് മനുഷ്യനെയും മൃഗങ്ങളെയും സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ചപ്പോഴൊക്കെ എല്ലാവർക്കും ഓരോ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം തിരിച്ചറിയുകയും ആ വ്യത്യാസം മനസ്സിലാക്കുകയും ആ വ്യത്യാസം പ്ലേ അപ്പ് ചെയ്യാൻ കഴിയുക എന്നുള്ളിടത്താണ് ഒരു സംരംഭകന്റെ വിജയം. നമ്മളിപ്പോഴത്തെ ഇത്രയും ഇൻഫർമേഷൻ ഓവർലോഡിന്റെ ഒരു കാലമാണ്. നിരവധി സ്മാർട്ട് ഫോൺ, ഡിജിറ്റൽ മാർക്കറ്റ്, അങ്ങനെ തുടങ്ങി നിരവധി തരത്തിലുള്ള ഇൻഫർമേഷൻ ഓവർലോഡിന്റെ ഒരു കാലത്ത് നമ്മുടെ ബ്രെയിൻ ആൻഡ് സയൻസ്, ന്യൂറോ സയൻസ് പറയുന്നത് ഫിൽറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ടൂ മച്ച് ഇൻഫർമേഷൻ നമ്മൾ ഷട്ട് ഔട്ട് ചെയ്യും നമ്മുടെ ഈ ബ്രെയിൻ തന്നെ. അപ്പൊ അവിടെ ബ്രെയിൻ നമ്മുടെ ഒരു ഹാർഡ് വേ ടു നോട്ടീസ് ഓൺലി വാട്ട് ഈസ് ഡിഫറെന്റ്. അതാണ് ബ്രെയിനിന്റെ ഒരു ഫംഗ്ഷൻ തന്നെ അങ്ങനെയായി കഴിഞ്ഞു. അപ്പൊ ഒരു ഡിഫറെന്റ് ആവുമ്പോൾ മാത്രമാണ് ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റും. ആളുകളുടെ ശ്രദ്ധിക്കാൻ ഒരു ബ്രാൻഡിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് വേണ്ടതാണ് ഗെറ്റ് നോട്ടീസ്ഡ് എന്നുള്ളത്, അതിന് കഴിയുന്നത്. അപ്പൊ ഡിഫറെന്റ് ആവുക എന്നുള്ളത് ഒരു വീഡിയോ ആണ്. Here's to the crazy ones, the misfits, the rebels, the troublemakers, the round pegs in the square holes, the ones who see things differently. They're not fond of rules, and they have no respect for the status quo. You can quote them, disagree with them, glorify or vilify them, but the only thing you can't do is ignore them, because they change things. They push the human race forward. And while some may see them as the crazy ones, we see genius. Because the people who are crazy enough to think they can change the world are the ones who do. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റീവ് ജോബ്സിന്റെ വളരെ ആപ്പിൾ എന്ന ബ്രാൻഡ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റാറ്റസ് കോനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് അവരുടെ നിലനിന്നിട്ടുള്ളത്. ഈ പരസ്യത്തിൽ അവരുടെ ഇൻട്രൊഡക്ടറി വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ആളുകളും തന്നെ, ഗാന്ധിജി ആവട്ടെ, ഐൻസ്റ്റീൻ ആവട്ടെ, അങ്ങനെ എല്ലാവരും തന്നെ, മാർട്ടിൻ ലൂതർ കിങ് ആവട്ടെ, നിലനിന്നിരുന്ന വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യുകയും വ്യത്യസ്തമായ രീതിയിൽ അതേ കാര്യത്തെ കാണുകയും സമീപിക്കുകയും ചെയ്ത ആളുകളാണ്. അത് തന്നെയാണ് ആപ്പിളിന്റെ ഒരു ബ്രാൻഡ്. ആപ്പിൾ നിലനിന്ന ആപ്പിളിന്റെ ഒരു ഫണ്ടമെന്റൽ ക്രെഡോ തന്നെ അതാണ്, ഒരു തിങ്ക് ഡിഫറെന്റ്. അവരെല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അത് ഒരു കൺവെൻഷണൽ വിസ്ഡത്തെ എതിർത്തുകൊണ്ട് മറികടന്നുകൊണ്ടാണ് ആപ്പിൾ ഇത്രയും വലിയ, ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ ആളുകൾ ക്യൂ നിന്ന് വാങ്ങുക, അതും അതേ ഫെസിലിറ്റിയുള്ള മറ്റു പ്രൊഡക്ട്സിനേക്കാൾ കൂടുതൽ പ്രീമിയം കൊടുത്ത് വാങ്ങുക എന്നൊക്കെ പറയുന്നത് ഒരു ബ്രാൻഡിന് മാത്രം, ആപ്പിളെ പോലുള്ള ഒരു ബ്രാൻഡിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അത് എന്റെ പ്രധാനപ്പെട്ട റീസൺ ഇത് തന്നെയാണ്. അവര് ഡിഫറെന്റ് ആയിരുന്നു. അവരെ എല്ലാ കാര്യങ്ങളിലും ഒരു സമീപനം വളരെ വ്യത്യസ്തമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, വളരെ ഇങ്ങനെ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവുകയും നമ്മൾ ഡിഫറെന്റ് ആയി കാര്യങ്ങളെ സമീപിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഫോക്കസ് ഉണ്ടാവണം. വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം, എസ്പെഷ്യലി SME സെക്ടർ. കാരണം നമ്മുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, നമ്മുടെ സമയം ലിമിറ്റഡ് ആണ്. നമുക്ക് അങ്ങനെ കുറെ ആളുകളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഒരു മാർക്കറ്റിങ്ങിന്റെ നോക്കാനോ അല്ലെങ്കിൽ ബ്രാൻഡിങ് നോക്കാനോ പലപ്പോഴും ആ ഓണർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആ സംരംഭകൻ തന്നെ ആയിരിക്കും എല്ലാം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ടൈം ലിമിറ്റഡ് ആണ്. അപ്പൊ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിക്ക് മാത്രമാണ് ഒരു ബ്രാൻഡിങ്ങിൽ ഒരു ബ്രാൻഡിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. നമുക്കൊരു വീഡിയോ powder,
ഇത് നിർമ്മ പോലുള്ള ഒരു ബ്രാൻഡ് വളരെ സാധാരണമായ നമ്മുടെ ഉജാലയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ തുടങ്ങിയ ഒരു ബ്രാൻഡാണ്. യൂണിലിവറിനെയും P&Gയും പോലുള്ള വലിയ ബ്രാൻഡുകളുമായി ഏറ്റുമുട്ടി വിജയം കൈവരിച്ച ഒരു വളരെ ഇന്ത്യൻ ബ്രാൻഡാണ്, ദേശീയ ബ്രാൻഡാണ്. അപ്പൊ നിർമ്മയൊക്കെ ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യം, അവരുടെ ജിങ്കിൾ ഇപ്പോഴത്തെ പരസ്യങ്ങളിൽ പോലും അത് തന്നെയാണ്. വളരെ സിംഗിൾ മൈൻഡഡ് ഫോക്കസ് ആയിട്ട് അത് തന്നെ കൺസിസ്റ്റന്റ് ആയി ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടുണ്ടാവുന്ന ഗുണം എന്താന്ന് വെച്ചാൽ ഇത്രയും ഏത് ഇൻഫർമേഷൻ ഓവർലോഡിന്റെ ഇടയിലും കസ്റ്റമേഴ്സ് വളരെ ക്ലിയർ ആയി കാണും. ഇതുപോലെ ആവില്ല, ഇങ്ങനെ ഹേസി ആവില്ല. വെൻ യു ഗിവ് ലോട്ട്സ് ഓഫ് മെസ്സേജസ്, എസ്പെഷ്യലി ഡിഫറെന്റ് കൈൻഡ് ഓഫ് മെസ്സേജിങ്, different ways of doing it, people will get confused. So make it very simple, straightforward, simple, and do it regularly, consistently, over and over. Repeatedly you do that. അതാണ് നമുക്കിതിനെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും ഈ ആത്മീയ നേതാക്കളും ഒക്കെ വളരെയധികം ബ്രാൻഡിങ്ങിന്റെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നവരാണ്. അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല. അവര് ചില മന്ത്രങ്ങള് അല്ലെങ്കിൽ ചില സ്ലോഗൻസ് ഇതൊക്കെ അവർ റിപ്പീറ്റഡ് ആയിട്ട് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുകയും അത് അവരുടെ പാർട്ടി അണികളായിക്കോട്ടെ അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കുന്നവരെ അല്ലെങ്കിൽ അവരുടെ സെക്റ്റിൽ വിശ്വസിക്കുന്നവരെയൊക്കെ അവരുടെ മനസ്സിൽ ഇംപ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടി റിപ്പീറ്റഡ് ആയിട്ട് പറയുകയും ഇതൊക്കെ ചെയ്യുന്നത് വളരെ വിജയകരമായിട്ട് അവർ ചെയ്യുന്നതാണ്. ഇന്നൊക്കെ ബ്രാൻഡുകൾക്കും ബിസിനസ്സുകാർക്കും ഒക്കെ പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ഇങ്ങനെ സിംഗിൾ മൈൻഡഡ് ഫോക്കസ്, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മെസ്സേജിങ്. ഇടയ്ക്ക് ചെയ്തു ഇടയ്ക്ക് ചെയ്തില്ല, അത് ഒരിക്കലും വിജയിക്കില്ല. കാരണം ആളുകൾക്ക് അപ്പോഴേക്കും ആ ടച്ച് വിട്ടു. അത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മെസ്സേജിങ് ഒരു ബ്രാൻഡിങ്ങിന് വളരെയധികം സഹായിക്കും, എസ്പെഷ്യലി ഫോർ SME സെക്ടർ. ഇന്നത്തെ കാലത്ത് ഈ കഴിഞ്ഞ 3 വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള 3 തോട്ട് പ്രോസസ്സുകളാണ് ഞാൻ പറഞ്ഞതെങ്കിൽ ഇത് ഒരു ഇവോൾവിംഗ് ആയിട്ടുള്ള, അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ വാല്യൂ ആണ് ബ്രാൻഡിന് വേണ്ടത്. എൻഗേജ് വിത്ത് യുവർ കസ്റ്റമേഴ്സ്. എൻഗേജ് കാരണം പണ്ടത്തെ പോലത്തെ അല്ല, ഒരു മോണോലോഗിന്റെ കാലമല്ല, ഒരു ഡയലോഗിന്റെ കാലമാണ്. ഈ വീഡിയോ നോക്കുക. If we started with me and you, and I'll keep coming back around. Hey, some things will never be explained. Someone's calling out 1,000 names, and I'll keep coming back around. I'll keep coming back around. Wait a while and then you see. Oh, wait and you see. I'll keep coming back around. I'll keep coming back around. Hey, think of all. ഓസ്ട്രേലിയയില് വർഷങ്ങൾക്ക് മുമ്പ് കോക്ക് ചെയ്ത ഒരു ക്യാമ്പയിനാണ് ഇത്. പിന്നെ വേൾഡ് ഓവർ 52 കൺട്രികളിൽ അവർ ഈ കാര്യം ചെയ്തു. അതായത് എന്റെ ലേബലിൽ തന്നെ ഷെയർ എ കോക്ക് എന്നുള്ള വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു കൺസ്യൂമർ എൻഗേജ്മെന്റ് ആക്ടിവിറ്റി ആയിരുന്നു. അതായത് പേര് ലേബലിൽ തന്നെ ആളുകളുടെ പേര്, അവിടെ പോപ്പുലർ ആയിട്ടുള്ള കുറെ പേരുകളാണ് അവർ പ്രിന്റ് ചെയ്ത് വെച്ചത്. ഇതൊക്കെ ഒരു കസ്റ്റമറുമായിട്ടുള്ള ഒരു എൻഗേജ്മെന്റ്, ഇത്രയും വലിയൊരു ബ്രാൻഡ് പോലും അങ്ങനെ ചെയ്യാൻ അത്ര ഇമ്പോർട്ടന്റ് ആണ് കസ്റ്റമർ എന്ന് കാണുകയും അവരുടെ ഓരോ വ്യക്തിയും ഇമ്പോർട്ടന്റ് ആണെന്ന് കാണുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇന്റർവെൻഷൻ ആണ് ഇത് നടത്തിയിട്ടുള്ളത്. ഒരു ബേസിക്കലി ഒരു കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ ആളുകളെ ഇന്ററപ്റ്റ് ചെയ്യുകയല്ല, അവരെ ഇൻവോൾവ് ചെയ്യിക്കുകയാണ് വേണ്ടതെന്നാണ് ഈ കോക്കിന്റെ ഒക്കെ ഈ ഷെയർ എ കോക്കിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഇതായിരുന്നു ഒരു ട്രഡീഷണൽ മോഡൽ. യു ഹാവ് ഒരു സെൻഡർ ഉണ്ടാവും, ഒരു മെസ്സേജ് ഉണ്ടാവും, റിസീവർ ഉണ്ടാവും. ഇതാണ് ട്രഡീഷണൽ മോഡൽ, ഒരു മോണോലോഗിന്റെ മോഡൽ. ഇപ്പൊ അതൊരു ഡയലോഗാണ്. റിസീവർ വിൽ കം ബാക്ക് ടു സെൻഡർ. അത് നമ്മുടെ ഡിജിറ്റൽ മീഡിയയുടെ ആവിർഭാവത്തോടു കൂടി വളരെയധികം ഈസിയാണ്. കസ്റ്റമർ വിൽ ഡയറക്ട്ലി റീച്ച് ഔട്ട് ടു ദ ബ്രാൻഡ് ആൻഡ് ഇൻഫോം then and there. So it's ഒരു ഇൻവോൾവ്മെന്റും കസ്റ്റമറായിട്ടുള്ള ഇന്ററാക്ഷനും എൻഗേജ്മെന്റും ഉള്ള ബ്രാൻഡുകൾക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, സംരംഭങ്ങൾക്ക് മാത്രം. അപ്പോൾ വളരെ ട്രാൻസ്പെറന്റ് ആവുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഏക മാർഗം. അല്ലാതെ നമുക്ക് എപ്പോഴും ഏത് സംരംഭകനാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക. സോ യു നീഡ് ടു ബി വെരി ട്രാൻസ്പെറന്റ്. ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക് യു ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ്.
അത് അങ്ങനെയുള്ള ഗാർഡഡ് അല്ലാത്ത വളരെ ഓതന്റിക് ആയിട്ട് ജെന്യൂൻ ആയിട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഇതിനകത്തെ കാര്യം. അപ്പൊ ഒരു എൻഗേജിങ് യുവർ ഓഡിയൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി റെലവൻറ്റ് നൗഡേയ്സ് എന്നുള്ളതാണ് നാലാമത്തെ ഒരു കാര്യം. ഇത് ഒരു ക്ലാസിക് വാല്യൂ ആണ് ബ്രാൻഡിങ്ങിന്റെ. ഇമോഷൻസിനെ ടച്ച് ചെയ്യാൻ കഴിയും. എന്തുതരം ഇമോഷൻ ആയിക്കോട്ടെ, ഒരു ഓഡിയൻസിന്റെ, ഒരു കൺസ്യൂമറിന്റെ, അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിന്റെ, അല്ലെങ്കിൽ ഒരു പബ്ലിക്കിന്റെ, ഒരു കമ്മ്യൂണിറ്റിയുടെ, ഒരു എംപ്ലോയിയുടെ ഒക്കെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷൻസിനെ യോക്ക് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം നമ്മുടെ മെസ്സേജിങ്, നമ്മുടെ ബ്രാൻഡ് നിലകൊള്ളുന്നത് എന്നാണ് തോന്നുന്നത്. വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു വീഡിയോ. ये यूसुफ लंगोटिया यार सी मेरा। लाहौर में हमारे घर के सामने एक बड़ा बाग था। उस बाग का गेट बाबा आदम के जमाने। रोज शाम को हमने वहां पतंगे उड़ानी और उसके बाद जाके यूसुफ के दुकान से झझरिया चुरा के खानी। झझरिया? मेरा साहब नमस्ते। नमस्ते। मेरी पोती मुंबई वाली। और बेटे क्या हाल चाल है? की तंग गली फिर से कूद फांदे, छोटी छोटी मीठी चोरी गांठ लेके बांधे। हेलो अस्सलाम वालेकुम। फासिल स्वीट्स? हाँ जी। दादाजान, दिल्ली से किसी की कॉल है। हेलो, यूसुफ अंकल? कौन? जी मैं सुमन बोल रही हूँ दिल्ली से, आपके बचपन के दोस्त बलदेव जी की पोती। याद है बचपन में आप दोनों झझरिया चुरा के खाते थे? बचपन की तंग गली फिर से कूद फांदे, छोटी छोटी मीठी चोरी गांठ लेके बांधे। एक पतंग सा उड़ता था परिंदों की तरह, परिंदों की तरह, परिंदों की तरह। एक दौर था मन मन मोर था, एक दौर था मन मन मोर था। पार्टीशन के वक्त हम रातों रात हिंदुस्तान आ गए। दादू? यूसुफ जी बड़ी आजादी। कागजों की कश्तियों में डूब रहता था, झांकती खिड़कियों में उलझा रहता था। वो भी क्या दौर था, मन पे न जोर था। एक दौर था मन मन मोर था, एक दौर था मन मन मोर था। भैया थोड़ा जल्दी। हाँ जी, कौन? हैप्पी बर्थडे यारा। यूसुफ यूसुफ बल्लू यूसुफ यार। ഒരു മനുഷ്യന്റെ പ്രാഥമികമായ വികാരങ്ങളെ തൊട്ടുണർത്താൻ കഴിയുന്ന ഒരു ബ്രാൻഡ് ആവുക എന്ന് പറയുന്നത് ഏറ്റവും വളരെ സക്സസിന്റെ ഷുവർ ഷോട്ട് സീക്രട്ട് റെസിപ്പിയാണ്. അപ്പീലിംഗ് ടു ഇമോഷൻസ്, അത് വളരെ എൻഡൂറിങ് ആയിട്ടുള്ള, നീണ്ടു നിൽക്കുന്ന, പ്രൊഫൗണ്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്പും കണക്ഷൻസും ഒരു ബ്രാൻഡിന് അതിന്റെ ഓഡിയൻസുമായിട്ട് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നിലനിർത്താൻ കഴിയും എന്നുള്ളത് ഇമോഷൻസിന്റെ റൈറ്റ് യൂസേജ് ഓഫ് ഇമോഷൻസ്. ഇറ്റ് ക്യാൻ ബി എനി കൈൻഡ് ഓഫ് ഇമോഷൻസ്. സോ ഇമോഷണൽ കണക്ട് ഉണ്ടാവാം. ഇപ്പൊ ഈ ചുരുക്കത്തില് ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങളും
ഇനിയും സ്ഥായിയായ ഒരു പ്രധാന സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഭാവം എന്ന് പറയുന്നത് ഓതന്റിക് ആവുക എന്നുള്ളതാണ്. ജെന്യൂൻ ആവുക, ഓതന്റിക് ആവുക, അതായത് കള്ളത്തരം ഇല്ലാതിരിക്കുക, എന്താണോ അതാവുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്നാൽ ബ്രാൻഡിങ്ങിന്റെ വളരെ ബ്രാൻഡിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ അഡ്വർടൈസിങ്ങിനെ കുറിച്ചൊക്കെ ആളുകൾ പറയുന്നതിന്റെ ഏറ്റവും ഘടകവിരുദ്ധമായ നിലപാടാണ്, ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബ്രാൻഡിങ് എന്ന് പറയുന്നത് പൊലിപ്പിക്കലല്ല, ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഇല്ലാത്തത് ഉണ്ടാക്കി കാണിക്കലല്ല, മറിച്ച് ആ ബ്രാൻഡിന്, ആ സ്ഥാപനത്തിന്, ആ വ്യക്തിക്കുള്ള ഒരു ആന്തരികമായ നന്മയുടെയോ ആന്തരികമായ അദ്ദേഹത്തിനുള്ള അല്ലെങ്കിൽ ആ ബ്രാൻഡിലുള്ള സവിശേഷതകളെയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തുന്നതാക്കുക എന്നുള്ളതാണ് ബ്രാൻഡിങ്ങിന്റെ ധർമ്മം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു കൺവെൻഷണൽ ബ്രാൻഡിങ്ങിന്റെ തിയറിയിൽ ഇങ്ങനെ വരില്ലായിരിക്കാം. കാരണം യു ക്യാൻ ഓൾവേസ് ട്രൈ ടു മാനിപ്പുലേറ്റ് പീപ്പിൾ. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് no manipulation, be genuine, be authentic. You can be different, you have to have a stand, you have to focus, and you have to apply right emotions and engage your audience. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ചെറുകിട സംരംഭങ്ങൾക്കൊക്കെ ബ്രാൻഡാകാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വഴി സാധിക്കും. ഇത് ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളാവുക എന്നുള്ളതാണ്, നമ്മളെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും നമ്മളാവുക എന്നുള്ളത് തന്നെയാണ് ബ്രാൻഡിങ്ങിന്റെ അടിസ്ഥാന ധർമ്മം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ Q&A ടാബിൽ ഇടേണ്ടതാണ്. ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ഇനി അൺമ്യൂട്ട് ചെയ്ത് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റിയായിരുന്നല്ലോ, എനിക്കൊരു സംശയം. Everything was clear. ഓഡിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഒക്കെ മനസ്സിലാവില്ല. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് സാറിൻ്റെ അടുത്ത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒരു നിങ്ങളൊരു ഹായ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ അൺമ്യൂട്ട് ഓൾസോ. സാർ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മിസ്റ്റർ മുഹമ്മദ് റിഷ്വാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, സർ ഹൗ ക്യാൻ ബി ബ്രാൻഡ് ഹൈപ്പർ ലോക്കൽ ഡെലിവറി? എനിക്ക് തോന്നുന്നു ആളൊരു ഡെലിവറി സർവീസ് ആണെന്ന് തോന്നുന്നു ആളുടെ സംരംഭം. ഹൈപ്പർ ലോക്കൽ ഡെലിവറി എങ്ങനെ ബ്രാൻഡ് ചെയ്യാം എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഹൈപ്പർ ലോക്കൽ ഡെലിവറി ആവട്ടെ, ഏത് സർവീസ് ആവട്ടെ, ഇന്നത്തെ കാലത്ത് ഹൈപ്പർ ലോക്കൽ ഡെലിവറിക്കൊക്കെ വളരെ പ്രാധാന്യം കൂടി വരുന്ന ഒരു കാലഘട്ടമാണല്ലോ, എസ്പെഷ്യലി പാൻഡമിക്കിന്റെ സമയത്ത്. അവിടെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എങ്ങനെ കഴിയും എന്നുള്ളതിലാണ് അതിന്റെ വിജയം ഇരിക്കുന്നത്. അപ്പോൾ SME സെക്ടറിനും ഹൈപ്പർ ലോക്കലിനുമൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മറ്റ് ബ്രാൻഡുകൾക്ക്, വലിയ ലാർജ് സ്കെയിൽ ബ്രാൻഡുകൾക്ക് ഇല്ലാത്തൊരു ഗുണമെന്ന് പറയുന്നത് ദർ ഇസ് എൻ ഇമോഷണൽ കണക്ട്. കാരണം നമുക്ക് നമ്മുടെ ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകളെ അറിയാം, അവരുടെ ടേസ്റ്റ് പ്രിഫറൻസസ് അറിയാം, അവരെ നേരിട്ട് അറിയാം എന്നുള്ളത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് കഴിയും. ഒരു നെയ്ബർഹുഡ് സ്റ്റോർ ആവട്ടെ, നെയ്ബർഹുഡ് ഡെലിവറി സിസ്റ്റം ആവട്ടെ, ഒരു ആമസോണിനോ മറ്റവർക്കോ കഴിയാത്ത ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വഴി നേടുന്ന ആ ഒരു കണക്റ്റിനേക്കാളും കൂടുതൽ വളരെ വാംത്തും പേഴ്സണലൈസ്ഡും ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. അതൊരു സ്ട്രെങ്ത് ആയിട്ട് സ്മോൾ ബിസിനസ്സിന് ഇങ്ങനത്തെ സെക്ടേഴ്സിൽ വളരെയധികം സാധ്യതകളുണ്ട്. ഇൻഫാക്ട് നെയ്ബർഹുഡ് സ്റ്റോഴ്സ് ഈസ് ഗോയിങ് ടു സർവൈവ്, ഈസ് ഗോയിങ് ടു ബി ദർ, ബിക്കോസ് when you go to a neighborhood store, അവിടെ നമ്മുടെ കുട്ടിയായിട്ട് പോകുമ്പോൾ ആ കുട്ടിയുടെ
നമ്മുടെ ചെറിയ കുട്ടിയാണെങ്കിൽ ആ ചെറിയ കുട്ടിയുടെ ഇഷ്ടം എന്താണെന്ന് അറിയുന്ന ഒരു കടക്കാരനാണ് അവിടെ ഉണ്ടാവുന്നത്. അതൊരു ഓൺലൈൻ ഡെലിവറി സിസ്റ്റത്തിൽ അപൂർവമായിട്ടേ ഇത് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബിസിനസ് സംവിധാനങ്ങൾക്ക് ഹൈപ്പർ ലോക്കൽ ഡെലിവറിക്കൊക്കെ ഇങ്ങനെയുള്ള ഇമോഷണൽ കണക്ട് പേഴ്സണലൈസ്ഡ് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഐ തിങ്ക് ശ്രീ റിസ്വാന് കുറച്ച് ഐഡിയാസ് എന്തെങ്കിലും കിട്ടിക്കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നതിൽ നിന്ന്. ഇപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ആക്ച്വലി വാട്ട് ഷാൽ ബി, അത് ബ്രാൻഡിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, എന്നിരുന്നാൽ തന്നെയും സാർ ഒരു ബ്രാൻഡിങ്ങിൽ ഒരു എക്സ്പെർട്ട് ആയതുകൊണ്ട് വാട്ട് ഷാൽ ബി an ideal budget for a food startup in എറണാകുളം എന്നുള്ളതാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ബഡ്ജറ്റിംഗ് റിലേറ്റഡ് ആണ്, ബട്ട് ഇനി സാറിന് അങ്ങനെ എന്തെങ്കിലും ഒരു ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു മറുപടി പറയാൻ ഞാൻ അശക്തനാണ്. അതെ, വേറെ സ്പെസിഫിക്സ് ഒന്നും ഇതിൽ ചോദിച്ചിട്ടില്ല. അല്ലാതെ അങ്ങനെ നമുക്ക് നേരിട്ട് കുറച്ച് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിന് എനിക്ക് അറിയുന്ന തരത്തിലുള്ള ബ്രാൻഡിങ്. ഓക്കെ, അദ്ദേഹം ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. ബ്രാൻഡിങ്ങിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഒരു ഫുഡ് സ്റ്റാർട്ടപ്പിന് ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടി, എറണാകുളത്ത് ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഐഡിയൽ ബഡ്ജറ്റ് എന്നുള്ള രീതിയിലാണ്. മേ ബി ഇപ്പൊ സാറ് എന്തൊക്കെ മീഡിയാസ് ഉപയോഗിക്കാം, അങ്ങനെയുള്ള എന്തെങ്കിലും ഐഡിയാസ് കൊടുക്കുകയാണെങ്കിൽ മേ ബി ദേ കൻ. നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് അറിയാതെ നമുക്കൊരു പറയാൻ പറ്റില്ല, പറയുന്നത് ശരിയോ അല്ല. dilip@organicbps.com എന്ന മെയിൽ ഐ ഡിയിൽ അദ്ദേഹം എന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് അയക്കുകയാണെങ്കിൽ സംസാരിച്ച് ഏത് സമയത്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് ബന്ധപ്പെടാം. അദ്ദേഹത്തിന് ഞാൻ എന്നാൽ കഴിയുന്ന മറുപടി കൊടുക്കാവുന്നതാണ്. So that I can ask certain questions and understand this requirement better. dilip@organicbps അല്ലേ സർ? dilip@organicbps.com. ഞാൻ ആ മെയിൽ ഐ ഡി നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്ക് ഡയറക്ട്ലി സാറിനെ അഡ്രസ് ചെയ്ത് മെയിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാറ്റ് ബോക്സിൽ ആക്ച്വലി ഒരു could we hear something about ദിലീപ് സർ ആൻഡ് ഓർഗാനിക് BPS എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ സാർ ഐ തിങ്ക് ഇദ്ദേഹം കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ സാറിന്റെ സ്ഥാപനത്തിനെ കുറിച്ച് എന്തെങ്കിലും കുറച്ച് പറയുകയാണെങ്കിൽ. ഞാനൊരു ബ്രാൻഡ് കൺസൾട്ടിങ് സ്ഥാപനമാണ് ഓർഗാനിക് BPS എന്ന് പറയുന്നത്. 99 സ്റ്റാർട്ട് ചെയ്തതാണ്. www.organicbps.com എന്നുള്ള വെബ്സൈറ്റിൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഒരു പർപ്പസ് ഡ്രിവൺ ആയിട്ടുള്ള ബ്രാൻഡുകളെ സൃഷ്ടിക്കാമെന്നുള്ളതും അതിനു വേണ്ടിയുള്ള സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാമെന്നുള്ളതുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. സർവീസസ് എന്ന് പറയുന്നത് പർപ്പസ് കൺസൾട്ടിങ്, ബ്രാൻഡ് മെന്ററിങ്, ബ്രാൻഡ് കൺസൾട്ടിങ് ആൻഡ് ഓൾ ക്രിയേറ്റീവ് ഡിസൈൻ സർവീസസ് ആൻഡ് അഡ്വർടൈസിങ് ആണ് ചെയ്യുന്നത്. സ്റ്റാർട്ടപ്പ് മുതൽ NGOs മുതൽ Fortune 500 കമ്പനീസ് വരെ നമ്മുടെ ക്ലയന്റ് ലിസ്റ്റിലുണ്ട്. അങ്ങനെ ഒരു ഡൂയിങ് ഗുഡ് ഇസ് ഗുഡ് ബിസിനസ് എന്നുള്ളതാണ് നമ്മുടെ ഒരു മോട്ടോ ആയിട്ട് തന്നെ പ്രവീൺ അത് പറയേണ്ടായി. ഇത് കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ കുറച്ചൊക്കെ ഉണ്ടാവും. അദ്ദേഹത്തിന് എപ്പോ വേണമെങ്കിലും ബന്ധപ്പെടാം. കൂടുതൽ കാര്യങ്ങൾ മിസ്റ്റർ അസ്ലമാണ് ചോദിച്ചത്. അല്ല, ബേസിൽ വർഗീസ്. ഓക്കെ, ബേസിൽ വർഗീസിന് ബന്ധപ്പെടാൻ നമുക്ക് ഇനി വല്ല സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു 25 പേരോളം ഉള്ള ഒരു കമ്പനിയാണ്, ബ്രാൻഡ് കൺസൾട്ടിങ് കമ്പനിയാണ് ഓർഗാനിക് BPS. കൊച്ചിയിലാണ് ആസ്ഥാനം. ഈ വേറെ ചോദ്യങ്ങളൊന്നും കാണുന്നില്ല, വേറെ ചോദ്യങ്ങളൊന്നും പാർട്ടിസിപ്പൻസിന്റെ അടുത്തൊന്നും വന്നിട്ടില്ല. ഓ ജസ്റ്റ് ബേസിൽ വർഗീസ് സേസ് താങ്ക് യു. സോ ക്വസ്റ്റ്യൻസ് ഒന്നും ആസ് ഓഫ് നൗ ഇല്ല. ഐ തിങ്ക് സർ ഇത് വളരെ ഒരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള സെഷൻ തന്നെ എന്ന് പറയാമായിരുന്നു. വളരെ വളരെ സിമ്പിൾ ആയിട്ട്, എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് വെച്ചിട്ടാണ് സർ ഈ ഒരു ബ്രാൻഡിങ് എന്നിട്ടുള്ള കോൺസെപ്റ്റിനെ പറ്റി വളരെ സിമ്പിൾ ആക്കി പറഞ്ഞു തന്നത്. എസ്പെഷ്യലി നമുക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ബ്രാൻഡുകൾ, ഇപ്പൊ ജ്യോതി ലാബ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കോട്ടക്കലാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള എല്ലാ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയിലാണ് സാറിന്റെ പ്രസന്റേഷൻ പോയത്. അപ്പോൾ ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന്
ഐ മീൻ ഇതിൽ ഏറ്റവും വലിയ ടേക്ക് അവേ അതായത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ കോംപ്ലക്സ് അല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു 5 മന്ത്രാസുമായി സർ അത് ബ്രാൻഡിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് കൂടി കൊടുക്കുകയുണ്ടായി. അപ്പൊ ഇതിൽ നിന്ന് ആക്ച്വലി ഇപ്പോൾ ഇന്നിവിടെ അറ്റൻഡ് ചെയ്ത സംരംഭങ്ങളുടെ സാരഥികൾക്കെല്ലാം എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ കിട്ടിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞ മാതിരി ഒരു ഇമോഷണൽ കണക്ട് ബിൽഡ് ചെയ്യാനും നമുക്ക് കസ്റ്റമറായിട്ട് കൂടുതൽ ഇടപഴകാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്രാൻഡിങ് അവര് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നിന്ന് അതിനുള്ള കുറച്ച് ഐഡിയാസ് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് അത് മാത്രമല്ല, ഇനി ഇതിൽ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഒരു കൺസൾട്ടിങ് ആവശ്യം വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിന്റെ ഇമെയിൽ ID ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി ചാറ്റ് ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സാറായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ ഇത്രയും നല്ലൊരു വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള സെഷൻ ചെയ്തതിന് ടൈ കേരളയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ എല്ലാ സംരംഭങ്ങളുടെ ഭാഗത്തു നിന്നും ഞാൻ നന്ദി പറയുകയാണ്. സോ ഇനിയും ഇതുപോലെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള സെഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബോണി. താങ്ക് യു ഓൾ. നമുക്ക് ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം ടൈ കേരളയുടെ സൈഡിൽ നിന്ന് നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഉള്ളൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ടൈ കേരളയുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് ഷോക്കേസ് സെഷനാണ്. നാളെ ആണ് ഈ സെഷൻ വരുന്നത്. 4 മണി തൊട്ട് 5:15 വരെയാണ്. ഇലക്ട്രിക് മൊബിലിറ്റി രംഗത്തുള്ള 4 വളരെ സക്സസ്ഫുൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന 4 സ്റ്റാർട്ടപ്സ് ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ നാളെ ഷോക്കേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഇൻവൈറ്റ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മൾ അയക്കുന്നുണ്ട്. കഴിയുന്ന എല്ലാവർക്കും പങ്കെടുത്താൽ നന്നായിരിക്കും. Once again, thank you. Dilip sir, thank you. And Praveen sir, thank you. Thank you. Thank you. Yeah.